മനുഷ്യൻ്റെ ബഹിരാകാശ ചരിത്രത്തിലെ പുതിയൊരു വഴിത്തിരിവ് അല്ലെങ്കിൽ നാഴികക്കല്ലെന്ന് പറയാൻ കഴിയുന്ന ദിവസമായിരുന്നു 2024 സെപ്റ്റംബർ 12. ലോകത്ത് ഗവൺമെൻറ്റുകൾ മാത്രം നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ മാത്രം സ്പോൺസർ ചെയ്തിരുന്ന ബഹിരാകാശ ഗവേഷണം എന്നുള്ള മേഖലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടൊരു സ്വകാര്യ ബഹിരാകാശ ഏജൻസി അവരുടെ പൊളാരിസ് ഡോൺ എന്ന് പറയുന്ന മിഷനിലൂടെ ബഹിരാകാശത്തേക്ക് 2 പേര് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി നടത്തുകയും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന് ബഹിരാകാശ യാത്ര നടത്താൻ സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്ത ദിവസമായിരുന്നു 2024 സെപ്റ്റംബർ 12. സെപ്റ്റംബർ 10 ഫാൽക്കൺ റോക്കറ്റിൽ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ മൊഡ്യൂൾ സ്പേസിലേക്ക് കുതിക്കുന്നത്. സാധാരണ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ മൊഡ്യൂൾ സ്പേസിലേക്ക് കുതിക്കുന്ന സമയത്ത് അതിൻ്റെ ടാർഗറ്റ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആയിരിക്കും. മനുഷ്യനെ അങ്ങോട്ടേക്ക് എത്തിക്കുക, സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരിക, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കാർഗോ എത്തിക്കുക. അല്ലാതെ മറ്റൊരു പദ്ധതിയും സാധാരണ ഉണ്ടായിരിക്കാൻ വഴിയില്ല. എന്നാൽ ഇവിടെ ജെയർഡ് ഐസക്, സാറാ ഗിൽസൺ എന്ന് പറയുന്ന 2 പേര് 20 മിനിറ്റോളം ഏകദേശം 200-700 കിലോമീറ്റർ ഇടയിലുള്ള ഭൂമിയുടെ ഉയരത്തിലുള്ള ബഹിരാകാശ പ്രദേശത്ത്, അതായത് ഭൂമിക്ക് ചുറ്റുപാടുമുള്ള ശൂന്യതയിൽ വാഹനത്തിൻ്റെ പുറത്തേക്ക് വന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിരുന്നു. എന്താണ് ഇതിന് ഇത്രയും പ്രത്യേകത? എന്തെല്ലാം നാഴികക്കല്ലാണ് ഈ ഒരു മിഷനിലൂടെ സ്പേസ് എക്സ് പൂർത്തീകരിച്ചത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 50-70 വർഷങ്ങൾക്ക് പിറകിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ തോതിലുള്ള പുരോഗതിയൊന്നും ഉണ്ടാകാത്ത ഒരു മേഖലയാണ് ബഹിരാകാശത്തെ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയാൻ കഴിയും. ഒരുപാട് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്, പക്ഷേ ആ വർഷക്കണക്ക് നോക്കിയാൽ സഡൻ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കാണാൻ കഴിയില്ല. അലക്സി ലിയനോവ് എന്ന് പറയുന്ന വ്യക്തിയാണ് 1965 റഷ്യയ്ക്ക് വേണ്ടി ഒരു സ്പേസ് വാക്ക് നടത്തുന്നത്, സോവിയറ്റ് യൂണിയന് വേണ്ടി. ആ സ്പേസ് വാക്കിൻ്റെ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന സ്യൂട്ട് ഇൻഫ്ലേറ്റ് ആവുകയും പ്രഷർ ഡിഫറൻസ് ആണ് ഇൻഫ്ലേറ്റ് ആവുകയും അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ തിരിച്ച് വാഹനത്തിൽ കയറി ഭൂമിയിലെത്തുകയും ചെയ്തു. കാരണം സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത് അത്രത്തോളം മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ്. നമ്മൾ ഭൂമിയിൽ ഇവോൾവ് ചെയ്തതുകൊണ്ട് തന്നെ ഭൂമിക്ക് പുറത്തുള്ള അന്തരീക്ഷമില്ലാത്ത സ്ഥലത്ത് പോവുക അത്ര എളുപ്പമല്ല. കാരണം അതിശക്തമായിട്ടുള്ള റേഡിയേഷൻ, പ്രഷർ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ്, ഓക്സിജൻ്റെ ലഭ്യത, ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പും മൂത്രവും ഒക്കെ പുറത്തേക്ക് പോവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സ്യൂട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസ് സ്യൂട്ടിനെ ഒരു സ്യൂട്ട് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു ആർമറായിട്ടോ ഒരു വലിയ വേറൊരു വാഹനമായിട്ടോ കണക്കാക്കുന്നതാണ് നല്ലത്. കാരണം മനുഷ്യനാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള വലിപ്പവും മറ്റ് സംവിധാനങ്ങളുമാണ് ഇപ്പോഴും നാസയും റോസ്കോസ്മോസും ചൈനയും ഒക്കെ ഉപയോഗിക്കുന്ന സ്പേസ് സ്യൂട്ടിൽ സാധാരണ കാണാൻ കഴിയുന്ന. അതിൽ തന്നെ ബേക്കിലുള്ള ബാക്ക് പാക്കിനകത്ത് ഓക്സിജനും മറ്റ് സംവിധാനങ്ങൾ നൽകുന്നു. ശരീരത്തിലെ ചൂടും ദ്രവങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്നാൽ സ്പേസ് എക്സിൻ്റെ പൊളാരിസ് മിഷനിൽ ഉപയോഗിച്ചത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത അതിനൂതനമായിട്ടുള്ള സ്യൂട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എത്ര സ്ലിമ്മായിട്ട് ഒരു സാധാരണ നമ്മളിടുന്ന വസ്ത്രത്തെ പോലെ തോന്നുന്ന സ്യൂട്ടാണ് അവർ ധരിച്ചിരിക്കുന്നതെന്ന്. ഒരു സാധാരണ ഹെൽമെറ്റ്, അധികം ബൾക്കി അല്ലാത്ത, മൊബിലിറ്റിയുള്ള, എന്നാൽ എല്ലാ പ്രൊട്ടക്ഷനും ഒരുക്കുന്ന ഒരു സ്പേസ് സ്യൂട്ടാണ് സ്പേസ് എക്സിൻ്റെ പ്രത്യേകം ഡിസൈൻ ചെയ്ത സ്പേസ് സ്യൂട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് വലിയ തോതിലുള്ള ഓക്സിജൻ ബാക്ക് പാക്ക് നമുക്ക് കാണാൻ കഴിയാത്തതിന് കാരണം ഈ പറയുന്ന ഡ്രാഗൺ മൊഡ്യൂൾ ഇറ്റ്സെൽഫ് ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുകയും ഒരു നീളമുള്ള കുഴലിൻ്റെ അല്ലെങ്കിൽ ഒരു കയർ പോലത്തെ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി ഓക്സിജനും മറ്റും ശരീരത്തിൽ എത്തിച്ചുകൊണ്ട് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി നടത്താൻ അനുവദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സ്യൂട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഏകദേശം 20 മിനിറ്റ് ഐസക്കും സാറയും മാറി മാറി പുറത്തിറങ്ങിയെങ്കിലും ആ ഒരു ഡ്രാഗൺ ക്യാപ്സ്യൂൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതൊരു ചെറിയ ക്യാപ്സ്യൂളാണ്. സാധാരണ രീതിയിൽ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി നടത്തുന്നത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ സ്പേസ് ഷട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ ഒക്കെയാണ്. കാരണം നല്ല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ട്. ഡ്രാഗൺ മൊഡ്യൂളിലെ ചെറിയ ഭാഗത്തിനകത്തിരുന്നുകൊണ്ട് എങ്ങനെ അവരത് നടത്തി? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പേസ് സ്യൂട്ട് ഇട്ട് സ്പേസിലേക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യം അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം. കാരണം നല്ല പ്രഷറുള്ള ഓക്സിജനും നൈട്രജനും ഒക്കെ നിറച്ച ഒരു അറയിലായിരിക്കും അവർ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ സാധാരണ ജീവിക്കുക ബഹിരാകാശ യാത്രികർ. അവർക്കിന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വെറുതെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് പ്രഷറൈസ് ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല. അതിനു മുമ്പ് പ്രീ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയുടെ ഒരു വലിയ കടമ്പ തന്നെയുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം അല്ലെങ്കിൽ അതിലധികം വരുന്ന രീതിയിൽ ഹെൽമറ്റൊക്കെ ധരിച്ച് ശരീരത്തിൽ ഓക്സിജൻ്റെ ലഭ്യത കണക്കാക്കി നൈട്രജൻ്റെ അളവ് കുറച്ചതിന് ശേഷം മാക്സിമം ഓക്സിജൻ ശരീരത്തിൽ കയറ്റിയിട്ട് അവർ ഒരു എയർലോക്ക് സിസ്റ്റത്തിനകത്ത് നിന്ന് ശരീരത്തിൻ്റെ ഡീകംപ്രഷനെ അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റും സ്യൂട്ടിലിട്ടതിന് ശേഷം. എന്നിട്ട് ഈ ഒരു സ്പെഷ്യൽ അറയ്ക്കകത്ത് വാക്കുമാക്കിയതിന് ശേഷമാണ് പിന്നീട് എയർലോക്ക് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നത്. നൈട്രജൻ്റെ സാന്നിധ്യം അപ്പോഴും നമ്മുടെ ബ്ലഡിലുണ്ടെങ്കിൽ ബബിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്
ശ്വസിക്കുന്നതിൽ നിന്ന് നൈട്രജൻ ഒഴിവാക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ സംവിധാനം നടത്താൻ വലിയ രീതിയിലുള്ള പേടകം വേണമെന്നിരിക്കെ ഈ പൊളാരിസ് ഡോൺ മിഷനിലുള്ള ഡ്രാഗൺ മൊഡ്യൂൾ എന്ന് പറയുന്നത് 4 പേരിരിക്കുന്ന ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് തന്നെ കൃത്യമായ രീതിയിൽ എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചതിന് ശേഷം ഡീപ്രഷറൈസേഷൻ നടത്തുന്നു, നൈട്രജൻ ഒഴിവാക്കുന്നു, ഹാച്ച് തുറന്നതിന് ശേഷം പുറത്തിറങ്ങേണ്ടവർ പുറത്തേക്ക് ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കാണുന്നു. അതിനോടൊപ്പം തന്നെ 40ഓളം വിവിധ തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ 5 ദിവസത്തെ യാത്രയിൽ അവർ പൂർത്തിയാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്യൂട്ടിൻ്റെ മൊബിലിറ്റി മനസ്സിലാക്കുക, അതിൻ്റെ റേഡിയേഷൻ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഗ്രാവിറ്റി അഡാപ്റ്റേഷൻ സിൻഡ്രോം, അതായത് മൈക്രോ ഗ്രാവിറ്റിയിൽ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയത്. ഈ ഐസക് എന്ന് പറയുന്ന വ്യക്തി ഒരു ടെക് ബില്യണിയറാണ്. അദ്ദേഹം ഇലൺ മസ്കുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഈ സ്പേസ് സ്യൂട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ കൊമേഴ്സ്യലി അത് വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് ഭാവിയിൽ ഇനിയും സ്പേസ് എക്സ് കൂടുതൽ മനുഷ്യരെ ഒരു ടൂറിസം പോലെ ബഹിരാകാശത്തേക്ക് എത്തിക്കുകയും അവർക്ക് പുറത്തിറങ്ങി അവരുടെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഭൂമിയുടെ മുഴുവൻ കാഴ്ചകളും നേരിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു പ്രത്യേകത ഇവരെങ്ങോട്ടാണ് പോയതെന്നുള്ളതാണ്. അപ്പോളോ മിഷനിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ദൂരം കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ദൂരത്തിൽ യാത്ര ചെയ്തു വന്നത് അപ്പോളോ മിഷനാണ്. ഏകദേശം 50 വർഷത്തിലധികമായിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ദൂരം ഒരു വാഹനം പോയത് ഈ പൊളാരിസ് ഡോൺ മിഷനിലെ ഡ്രാഗൺ ക്യാപ്സ്യൂളാണ്. ഏകദേശം 1400ഓളം കിലോമീറ്റർ ഹൈറ്റ് ഭൂമിയിൽ നിന്ന് വരുന്ന മേഖലയിലാണ് അവർ സഞ്ചരിച്ചത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിലയിൽ നിൽക്കുന്നതിനേക്കാൾ ഒരുപാട് 300-400 കിലോമീറ്ററിലധികം ഉയരം വരും അവർ ആദ്യം സഞ്ചരിച്ച ആ ഒരു ഏരിയ. ഈ 1400 കിലോമീറ്റർ ചുറ്റിയതിന് ശേഷം പിന്നീടാണ് അവരൊരു 200-700 കിലോമീറ്ററിനിടയിലുള്ള ഹൈറ്റിൽ വന്നതിന് ശേഷം എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി നടത്തുന്നത്. അപ്പോൾ അവരുടെ വാഹനത്തിൽ ഓരോ 106 മിനിറ്റ് കൂടുമ്പോഴും സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മറ്റൊരു നേട്ടം, അച്ചീവ്മെൻറ്റ്, ഏറ്റവും ഉയരത്തിൽ പോയി. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്പേസ് എക്സിൻ്റെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ എലൺ മസ്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു സ്ഥാപനമായിട്ടുള്ള സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടി ലോകം മുഴുവൻ ഇൻ്റർനെറ്റ് തരാനുള്ള പരിപാടിയിലാണ്. തുരുതുര ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇതിനു വേണ്ടിയിട്ടുള്ള പേടകങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7000 പേടകങ്ങൾ എലൺ മസ്ക് ഇതുവരെ ബഹിരാകാശത്തേക്ക് ഭൂമിക്ക് ചുറ്റും അയച്ചു കഴിഞ്ഞു. എന്നാൽ കൺവെൻഷനലായിട്ട് ഈ പേടകങ്ങൾ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന പേടകങ്ങളും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒക്കെ തന്നെ വലിയ ആൻറ്റിനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളാണ് നടത്തിയിരുന്നതെങ്കിൽ സ്റ്റാർലിങ്കിൻ്റെ സഹായത്തോടു കൂടി വാഹനത്തിൽ നിന്ന് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ ചുറ്റുന്ന പേടകങ്ങളിലേക്ക് സിഗ്നൽ അയക്കുകയും ഈ പേടകങ്ങളുടെ ഇൻ്റർനെറ്റ് സംവിധാനം ഭൂമിയുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഭൂമിയുമായി കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു അതിനൂതനമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് അവരിവിടെ ഉപയോഗിച്ചത്. അതായത് ഭാവിയിൽ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യൻ പോകുന്ന സമയത്ത് സ്പേസ് എക്സ് ഇൻവോൾവ് ചെയ്ത മിഷനാണെങ്കിൽ അവിടെ ഡീപ്പ് സ്പേസ് കമ്മ്യൂണിക്കേഷന് ലേസർ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അതിന് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന 7000 പേടകങ്ങളിലുള്ള കണക്ഷനുകൾ ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നുമുള്ള ഒരു ടെസ്റ്റിങ്ങിൻ്റെ സക്സസ് കൂടിയാണ് ഈ ഒരു മിഷനിലൂടെ അവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയ മിഷനുകൾക്കുള്ളൊരു ചുവടുവയ്പ്പാണെന്ന് മാത്രമല്ല, യാതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെയും സഹായമില്ലാതെ ഒരു പ്രൈവറ്റ് ഏജൻസി ഇത് ചെയ്തപ്പോൾ ഒരു ഡെമോക്രാറ്റൈസേഷൻ കൂടിയാണ് സംഭവിക്കുന്നത്. കാരണം സ്പേസ് എക്സ് പറയുന്നുണ്ട്, എലൺ മസ്ക് പറയുന്നുണ്ട്, 2 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ ലാൻഡ് ചെയ്യാനുള്ള പേടകം കണ്ടെത്തും, ചന്ദ്രനിൽ പോകും, പിന്നെ കുറേ വർഷം കഴിയുമ്പോൾ മനുഷ്യനെ ഇറക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന് സ്വന്തമായ ഒരു കമ്പനി കൃത്യമായിട്ട് അതൊരു ബില്യണയറെ വലിയ എക്സ്പെർട്ട് അല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ അധികം പ്രവർത്തന പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ ബഹിരാകാശത്ത് എത്തിക്കുകയും അദ്ദേഹം സ്പേസ് വാക്ക് നടത്തുകയും പിന്നീട് തിരിച്ച് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഈ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകൾ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഭാവിയിൽ സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യരെ ഭൂമിക്ക് പുറത്തെത്തിക്കാനും സ്പേസ് വാക്ക് നടത്താനും ചന്ദ്രനിലേക്ക് പോകാനും കഴിയുന്ന ടെക്നോളജി അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും 5 ദിവസത്തെ ഈ യാത്ര കഴിഞ്ഞ് സെപ്റ്റംബർ 15-ാം തീയതി അവർ തിരിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് തിരുത്തി കുറിക്കുക, സർക്കാരുകൾ നേതൃത്വം കൊടുത്ത വലിയ ബഹിരാകാശ പദ്ധതികളുടെ ചരിത്രത്തിന് മുകളിൽ ഒരു സ്വകാര്യ ഏജൻസി നടത്തുന്ന പുതിയ നേട്ടങ്ങളുടെ പൊൻതൂവൽ കൂടിയാണ് എന്നുള്ള വാസ്തവമാണ്. അതെ, ബഹിരാകാശ യാത്ര കൊമേഴ്സ്യലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് കാണുന്നത്.